നമുക്ക് ഇപ്രാവശ്യം കിട്ടിയേ ഏറ്റവും വലിയ ചേന ഇട്ടത് നല്ല സൂപ്പർ ചേന. നമ്മൾ വിത്തിനായിട്ട് കളച്ച സമയത്ത് ഈ ചേന കിട്ടിയില്ല. ഇപ്പൊ നടാൻ വേണ്ടി കുഴി എടുത്തപ്പോഴാണ് നമുക്ക് ഈ ചേന കിട്ടിയത് കേട്ടോ. നമുക്ക് നല്ല ഏറ്റവും വലിയ ചേന എന്ന് തന്നെ പറയല്ലേ, നല്ല അടിപൊളി ചേന. അതിന്റെ കൂടെ നമുക്ക് 2 ചെറിയ ചേനയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി വിത്ത് ഏതായാലും ഇതെടുത്ത് നടുകയാണ് നമ്മൾ. അപ്പം നടുന്നതിന് മുന്നേ നമ്മൾ വിത്തിന് മുറിക്കുന്നതിന് മുന്നേ നിങ്ങളൊന്ന് കാണിച്ചിട്ട് ഇത് മുറിക്കാന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് നടാനുള്ളത് ഇവിടെ സെറ്റാക്കി വെച്ചതുണ്ട്. നമ്മൾ 2 ദിവസം മുന്നേ ഒക്കെ വീഡിയോയിൽ കാണിച്ചതാണ്. ചേന കഷ്ണം മുറിച്ചിട്ട് ചാണകമൊക്കെ തേച്ച് വെച്ചത്, ചാണകത്തിൽ മുക്കി വെച്ചിട്ടോ, തേച്ചെല്ലാം മുക്കി വെച്ചത്. ഈ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇന്ന് നടണം. അപ്പൊ നമുക്ക് ഇതുകൂടെ മുറിച്ചിട്ടേ എല്ലാം കൂടെ നടാനായിട്ട് കൊണ്ടുപോവാ. ഇതിൽ പിന്നെ നമ്മൾ നല്ല പുതിയത് കളച്ചാണ്, നീര് വലിയാത്തോണ്ടേ പെട്ടെന്ന് മുറിക്കാൻ കഴിയുന്നുണ്ട്. മറ്റേ ഇത്ര വലിയ ചേന നമ്മൾ ഫസ്റ്റത്തേക്ക് മുറിച്ചപ്പോൾ നീര് വലിഞ്ഞോണ്ട് കുറച്ച് പണിയേനു. ഇത് കണ്ടോ കറക്റ്റ് കിട്ടുന്നുണ്ട്. മുളകിനോട് ചേർത്തിട്ടോ മുറിക്കുന്നത് കണ്ടോ, പെട്ടെന്ന് സംഭവം കിട്ടി. മറ്റേത് കണ്ടോ നീര് വലിഞ്ഞതാണ് വെള്ളം അങ്ങനെ. സ്പോട്ടിൽ മുറിക്കുകയാണെങ്കിൽ കറക്റ്റ് കിട്ടും. കുറച്ച് വൈകി കഴിഞ്ഞ് നീര് വലിഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് കൂടും കേട്ടോ. ഇതിൽ നിന്ന് ഇനി ഓരോ കഷ്ണങ്ങൾ നോക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. പിന്നെ ഇതിൽ നമ്മൾ ചാണകം മുക്കുന്നത് നല്ല സ്പോട്ടിൽ തന്നെ മുക്കി നടുക കേട്ടോ. ഇനി നമുക്ക് എടുത്തു വെക്കാൻ സമയമില്ല. നമുക്ക് പറഞ്ഞില്ല, കുംഭമാസം കഴിയുന്നതിന് മുന്നേ നമുക്ക് വേഗം നടണ്ടുകൊണ്ട് ഇനി അധികം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നോക്കിയിട്ട് ഇതാ പാകത്തിലുള്ള കഷ്ണം നോക്കിയിട്ട് അടുത്ത് മുക്കി കേട്ടോ. ഈ റേഞ്ചുള്ള പീസാക്കിയിട്ട് മുക്കിയത്. അവിടെ മുള വരുന്നുണ്ട് കേട്ടോ. മുള വരുന്നതുകൊണ്ട് മുളയും കൂടെ കൂട്ടിയിട്ട് ഒരു പീസാക്കണം. മുള ഉള്ളതുകൊണ്ടാട്ടോ കുറച്ച് വലിയ പീസാക്കി മുറിച്ചത്, അല്ലെങ്കിൽ മുള ഒഴിവായിപ്പോ. അപ്പൊ ഇതിമെന്ന് നമുക്ക് 8 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം ചാണകത്തിൽ മുക്കാം. നമ്മൾ ആദ്യം ഉള്ളത് നടുന്ന ആ സമയമാകുമ്പോഴത്തേക്കും കുറച്ച് ചാണകം പിടിച്ചോട്ടെ, ഇവിടെ വെക്കാം. ചാണകത്തിൽ മുക്കിയതിന് ശേഷമേ മുളയ്ക്ക് നല്ല കരുത്ത് വരുന്നുണ്ട് കേട്ടോ. അത് അതിൻ്റെ കണ്ടില്ലേ, മുള നല്ല പൊന്തി വരുന്നുണ്ട്. നമ്മൾ ചെറിയ മുള കണ്ടതൊക്കെ അത്യാവശ്യം പൊന്തി വരുന്നുണ്ട്. അതാണ് നമുക്ക് ഇങ്ങനെയൊക്കെ മുക്കി വെച്ചാൽ കരുത്ത് കൂടും വിത്തിന്. നമുക്കൊരു 10 കഷ്ണമൊക്കെ ആക്കാം. നമ്മൾ മുള നോക്കി മുറിച്ചുകൊണ്ട് 8ലാക്കി. അത്യാവശ്യം കുറച്ച് വലുപ്പമുണ്ട്, കൂടുതലുണ്ട്. വലിയ ചേനയായതുകൊണ്ടൊക്കെ 10 പീസൊക്കെ കിട്ടുന്നത്. മറ്റേ നമുക്ക് 6 ആയിരുന്നു മാക്സിമം കിട്ടി. അതിപ്പോൾ 8ആയി. ഇനി 10 വരെയൊക്കെ ആക്കാം. നമുക്ക് ഇത് പിടിച്ച് അങ്ങോട്ട് പോവല്ലേ. അതപ്പോഴത്തേക്ക് കുറച്ച് സമയം ചാണകം പിടിച്ചിട്ട് നമുക്ക് ഇത്രയും കുത്തുകൾ ആദ്യം നടാണ്ട്. ഏതാ ചാക്ക് പിടിച്ച ചാക്ക് കീറുന്നല്ലേ. അപ്പൊ ഇവിടെയാണ് കേട്ടോ നമ്മൾ നട്ടു കൊടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം നട്ട സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ കുഴികളൊക്കെ കാണിച്ചു കൊടുക്കുക. കുഴികളൊക്കെ കുഴിച്ച് കുമ്മായൊക്കെ ഇട്ട് വെച്ചാണ്. ഇങ്ങനെ കുഴിക്കുന്ന സമയത്തായിട്ട് നമുക്ക് ആ വലിയ ചേന കിട്ടിയത്. അതെല്ലാം സെറ്റാക്കി ഒന്ന് നനച്ചിട്ടാട്ടോ, മണ്ണൊന്ന് പൊടിഞ്ഞിട്ടാൻ. നല്ല പൊടി തന്നെയാണ്. നമ്മൾ കൊത്തി മറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇളക്കിയ സമയത്തൊക്കെ, കള ചെത്തിയ സമയത്തൊക്കെ ഇങ്ങനെ കൈക്കോട്ട് തട്ടിയിട്ടേ മണ്ണ് പൊടിഞ്ഞിട്ടുണ്ട്. പക്ഷെ നനയ്ക്കും കൂടെ ചെയ്തപ്പോൾ നല്ല സെറ്റായി. നമുക്ക് വേഗം നട്ടു കൊടുക്കണം. നട്ടു കൊടുക്കുന്ന ആദ്യം നമുക്ക് ഇതിലേ നമ്മൾ ജൈവവളമായിട്ട് ആട്ടിൻ കാഷ്ടാട്ടോ ഇടുന്നത്. കാഷ്ടം ഉണ്ട്, അങ്ങോട്ട് എടുക്കാം. വെയിലാകുന്നതിന് മുന്നേ നടാന്ന് വിചാരിച്ചാ, പക്ഷെ രാവിലെ നല്ല മഞ്ഞുണ്ട്. പെട്ടെന്ന് വെയിൽ വന്ന് നല്ല പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടാട്ടോ. നല്ല സെറ്റ് ആയിട്ടുണ്ട്. വളം നമ്മൾ മുന്നേ എടുത്ത് വെച്ചോളൂ. ഇതൊക്കെ മണ്ണിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 3 പിടി വെച്ചിടാം. ചെറിയ 3 പിടി വെച്ചിട്ട് വളട്ട് പോവാ. എല്ലാ കുഴിയിലേ വേഗം കണ്ട് വളടാം. ആ ഇനി നമ്മൾ വൈകിയാലേ കുംഭം കഴിഞ്ഞു. അപ്പൊ അതെല്ലാ കുഴിയിലേ വളട്ട് കഴിഞ്ഞു. വളട്ടിട്ട് ഒന്നിങ്ങനെ തട്ടി നിരത്തണം കേട്ടോ. എന്നാലും നമുക്ക് വിത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും വളം നിൽക്കുള്ളൂ.
നല്ല കുഴിയിലിട്ട് ഇനി നമുക്ക് നട്ടു കൊടുക്കാം. കുറച്ച് വിത്തുകൾ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കട്ടെ കുഴീൻ്റെ അടുത്ത്. ഇനി നമുക്കേ നട്ടു തുടങ്ങാം. അപ്പം ആദ്യത്തെ വിത്ത് ഉമ്മാനെ കൊണ്ട് തന്നെ നടിയിക്കാം. നമ്മ വെച്ചോ, കുഴീൻ്റെ അടുത്ത് തന്നെ വിത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. മുളയുള്ള ഭാഗം നേരെ മേലോട്ടാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വിത്ത് വെച്ച് പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലേ നമുക്ക് കരിയിലേക്ക് ഇട്ട് വെക്കാണ്ട്, എന്നിട്ട് വേണം മൂടാനായിട്ട്. ഇതിന് നമുക്ക് മുള കാണുന്നില്ല. മുള കാണാത്ത കഴിഞ്ഞ വർഷം നമ്മളിതാ ഇതുപോലെ കമിഴ്ത്തി നട്ടിട്ടോ. കുറേ കമൻറ്റ് വന്നിരുന്നു നടാനറിയില്ല ചേന ഇങ്ങനെയല്ല നടലെന്ന്. പക്ഷെ എല്ലാ ചേനയ്ക്കും കറക്റ്റ് മുളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇനി ഇങ്ങനെ തന്നെ വെക്കാം. ഇനി കമിഴ്ത്തിയിട്ട് ആ ഒരു പ്രശ്നം വേണ്ട. എന്നാലും അങ്ങനെ നട്ടാലും വരും കേട്ടോ. എല്ലാ കുഴിയിലും വിത്തിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ അടുത്ത പരിപാടി കരിയിലെടുത്തിട്ട് ഈ കുഴിയിലൊക്കെ ഓരോ വിത്തിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കലാണ്. കരിയിൽ നമ്മൾ ആദ്യം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും തികയും തോന്നില്ല, കുറച്ച് കൂടുതൽ കരിയില വേണ്ടി വരും. ശേഷം വിത്ത് മൂടുന്ന ലെവലിൽ തന്നെ നമ്മൾ കരിയിലിട്ട് കൊടുക്കുക. ഇല്ല, പ്ലാവിൻ്റെ ഇല കാടുകൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി വരുന്നതൊക്കെ കൊഴിഞ്ഞതൊക്കെ നമ്മൾ എടുത്തിട്ട് ഇവരെ കൂട്ടി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വിത്ത് മൂടുന്ന ലെവലിൽ കരിയിലിട്ട് പോകാം. ചേനയ്ക്ക് നമ്മൾ വലിയ കുഴി എടുക്കേണ്ട ആവശ്യമില്ല. ഒക്കെ മുകളിലോട്ടാണ് നമുക്ക് ചേനയ്ക്ക് ഉണ്ടാക്കി കിട്ടുക. അതുകൊണ്ട് ചില ആളുകളൊക്കെ വലിയ കുഴി എടുത്ത് നടും. അങ്ങനെ കുഴി എടുത്ത് നട്ടാൽ ഒന്ന് നമുക്ക് ചേന കിളച്ചെടുക്കാനും ബുദ്ധിമുട്ടാവും. പിന്നെ ചേന അത്ര വലിപ്പത്തിലോ കാര്യത്തിലൊന്നും വരില്ല. മുകളിലോട്ടാണ് നമ്മൾ എപ്പോഴും ഇനി മണ്ണ് കൂട്ടി കൊടുക്കേണ്ടത്. ചിലവർ ഇങ്ങനെ കരിയിൽ മാത്രം കൂട്ടിയിട്ടിട്ട് വലിയ കുഴിയൊന്നും എടുക്കാതെ അടിവളം മാത്രം കൊടുത്തിട്ട് കരിയിൽ ഇങ്ങനെ മൂടിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയും ഉണ്ടാവും കേട്ടോ. ചേനക്ക് മുകളിലോട്ടായതുകൊണ്ട് വേഗം മുള വരാൻ ഇങ്ങനത്തെ കരിയിലും കാര്യങ്ങളൊക്കെ ഇട്ടാൽ തന്നെ അതിൽ തന്നെ വളങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേഗം കൊണ്ട് മുള നേരയ്ക്ക് വന്നോളൂ. കരിയിലിട്ട് വെച്ചൊക്കെ നമുക്ക് മൂടി വരണം. നമ്മളിതാ കുഴിച്ചപ്പോഴുള്ള മണ്ണ് തന്നെ ചുറ്റുമുണ്ട്. ആ മണ്ണ് ചെറുതായിട്ട് തട്ടിയിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വേറെ മണ്ണ് കൊത്തിയിടൊന്നും വേണ്ട, നമ്മൾ ഇട്ട മണ്ണ് തന്നെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചാൽ മതി. ചേനയ്ക്ക് ഇനി എല്ലാം മുകളിലൂടെ നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കുക ചെയ്യൽ. ഇത് മുളയൊക്കെ വന്നിട്ട് ഇതുപോലെ ജൈവവളം, പിന്നെ ആ സമയത്ത് എന്തായാലും കളയും കാര്യങ്ങളൊക്കെ മുളയ്ക്കും. കളയൊക്കെ ചെത്തിക്ക് ഇതുപോലെ പൊത ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് കയറ്റി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് തട്ടി മണ്ണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വേനലിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ വരും. അപ്പം നിരന്ന സ്ഥലം കൂടെ ആകുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കൂനം മാടുന്നു. ഇങ്ങനെ മാടി കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇനി വേഗം എന്ത് ചെയ്യുക, എല്ലാ ചേനൻ്റെ വിത്തും ഇതുപോലെ മൂടട്ടെ. നല്ല വെയിലാകുന്നുണ്ട്. ശരിക്കും നമ്മൾ വെയിലാകുന്നതിന് മുന്നേ നട്ട് പണി തീർക്കാമെന്ന് വിചാരിച്ചാൽ മഞ്ഞ കണ്ടപ്പെട്ടോ. പക്ഷെ മഞ്ഞ അങ്ങോട്ട് മാറി പെട്ടെന്ന് തന്നെ വെയിൽ വരുന്നുണ്ട്. പിന്നെ മഴക്കാറുള്ളതുകൊണ്ട് വെയിലിന് നല്ല ചൂടുമുണ്ട്.